പടുമുളയാണ് വിതയ്ക്കാതെ നടാതെ താനെ പൊട്ടിമുളയ്ക്കുന്ന ചെടികളെ, മരങ്ങളെ നമുക്ക് പടുമുള എന്ന് പറയാറുണ്ട്. ചില വിത്തുകൾക്ക് ഭാഗ്യമുണ്ടാവും, അത് വൻ മരങ്ങളായി മാറും. ചെറു ചെടികളായാലും അങ്ങനെ തന്നെ. കൃഷിയിടത്തിൽ പാഴ്ചെടികളിലൊന്നും കളകളൊക്കെ ഒന്നല്ലേ പറയാം നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയാണ്. ഈ ചെടിയും അങ്ങനെ തന്നെയാണ്, അറിഞ്ഞുകൊണ്ട് അനുവദിച്ചതാണ്. ഇത് ഈ വെള്ളരി വർഗത്തിൽപ്പെടും. ഇതിൻ്റെ കായയിൽ നിന്ന് അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പഴുത്തു കഴിഞ്ഞാൽ റെഡിഷ് പിങ്ക് കളറായിരിക്കും. ഈ വേലിപ്പടർപ്പുകളിലും മൊന്തകളിലുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഈ വേലികളെന്ന് പറയുമ്പോൾ ജൈവികമായിട്ടുള്ള അതിർത്തികളാണ്. വെള്ളവും കാറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അനുവദിക്കും. നമ്മുടെ വീട്ടുകാർ പരസ്പരം സംസാരിക്കുന്ന വേലിക്ക് അപ്പുറത്തും ഇപ്പുറത്തു നിന്ന് സംസാരിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിലിപ്പോഴും ഉണ്ടാവും. ഇന്നിപ്പോൾ കോൺക്രീറ്റ് മതിലുകളായിരിക്കുന്നു. നമ്മുടെ ബന്ധവും അതിൽ നിർവചിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ചെടികളിൽ പ്രത്യേകിച്ച് ഈ ചെടികളുടെയൊക്കെ അന്യം നിന്ന് പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാം. ഇങ്ങനെയുള്ള ഈ പഴങ്ങൾ കാണുമ്പോൾ ഞാൻ പൊട്ടിച്ച് വളരാൻ കഴിയുമെന്നുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിടാറുണ്ട്. ഒരു ചെറിയ പ്രകൃതി സ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം. അതിജീവന ശക്തി വളരെ കൂടുതലാണ് ഈ ചെടികൾക്ക്, ഈ പാഴ്ചെടികൾക്ക്. വളരെ കൂടുതൽ വിത്തുകളുണ്ടാവും, വളരെ സ്റ്റർഡിയാണ്, വളരെ സ്ട്രോങ് ആണ്. ആദ്യ മഴയ്ക്ക് മുളച്ചു പൊന്തും. പിന്നെ ഉണ്ടാകുന്ന വരണ്ട ഗ്യാപ്പിൽ ഇടവേളയ്ക്ക് തളരാതെ നിൽക്കും. മഴ പെയ്തതും ഫ്രൂട്ട്സ് ഉണ്ടാവും. പ്രകൃതി കൊടുത്തവരെ പ്രത്യേക കഴിവുകളാണത്. ഒരുപാട് വിത്തുകളും ഉണ്ടാവും. ഇതിൻ്റെ ഈ ഫ്രൂട്ട്സിനും കടുത്ത കയ്പ്പാണ്. എന്നിരുന്നാലും ഇതിനും ഉപഭോക്താക്കളുണ്ടാവും. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളുണ്ടല്ലോ. പ്രകൃതിക്ക് എല്ലാറ്റിനും ഒരു ഉദ്ദേശമുണ്ട്. നമുക്ക് നോക്കാം ഈ ഫ്രൂട്ട്സ് എന്താകുമെന്ന്, ആര് തിന്നുമെന്ന്.